കൊച്ചി മംഗളവനം പക്ഷിസങ്കേതത്തിൽ അജ്ഞാതനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഗേറ്റിന്റെ കമ്പിയിൽ കോർത്ത നിലയിലാണ് മൃതദേഹം കാണപ്പെട്ടത്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച് പോലീസ്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. കൊച്ചി മംഗളവനം പക്ഷിസങ്കേതത്തിൽ അജ്ഞാതനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്, അതും ഗേറ്റിന്റെ കമ്പിയിൽ കോർത്ത നിലയിൽ. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ഇന്ന് കൊച്ചിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയായിരുന്നു. ദുരൂഹമായ ഇത്തരത്തിൽ ഒരു മരണം. കമ്പിയിൽ കോർത്ത നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. രാവിലെ അവിടെ മംഗളവനത്തിൽ, പ്രത്യേകിച്ച് സാധാരണ നിലയിൽ വൈകുന്നേരത്തിന് ശേഷം മംഗളവനത്തിൽ ആളുകൾക്ക് പ്രവേശനമില്ല, പുറത്തുനിന്നുള്ള സന്ദർശകർക്കടക്കം പ്രവേശനമില്ല. അത്തരമൊരു ഭാഗത്താണ് ഈ മൃതദേഹം കണ്ടത്. CCTV ദൃശ്യങ്ങൾ പതിയത്തക്ക രീതിയിൽ ആ ഭാഗങ്ങളിൽ CCTVകളും ഉണ്ടായിരുന്നില്ല. അത് വ്യക്തമാക്കുന്നത് രാത്രിയിലേക്ക് അടക്കം ആളുകളെ ഈ ഭാഗത്തേക്ക് കടത്തി വിടാറില്ല എന്നത് തന്നെയാണ്. അങ്ങനെ അതീവ സുരക്ഷയുള്ളത്, ഒപ്പം തന്നെ സംരക്ഷിത മേഖലയായ മംഗളവനത്തിന് ഉള്ളിലുള്ള ഗേറ്റിലാണ് ഇത്തരത്തിൽ മൃതദേഹം ഗേറ്റിന്റെ കമ്പികളിൽ മുകൾ ഭാഗത്തായി കോർത്ത നിലയിൽ, അതിൽ തൂക്കിയ നിലയിലാണ് കിടന്നത്. ഇത് കൊലപാതകമാണോ എന്നതടക്കമുള്ള സംശയങ്ങൾ ശക്തമായി നിൽക്കുന്നു. ഇത് സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ പോലീസ് കടന്നിട്ടുള്ളത്. ആദ്യം ഈ സംഭവം അറിഞ്ഞ് പോലീസും പിന്നാലെ ഫയർഫോഴ്സും, കമ്പിയിൽ കോർത്ത നിലയിലാണ് മൃതദേഹം എന്നതുകൊണ്ട് തന്നെ ഫയർഫോഴ്സും സ്ഥലത്തേക്ക് എത്തിയിരുന്നു. അവർ വിശദമായി തന്നെയുള്ള പരിശോധനകൾ നടത്തി. പിന്നീട് ഇൻക്വസ്റ്റ് നടപടികൾ ഇവിടെ വെച്ച് തന്നെ പൂർത്തിയാക്കുകയും ചെയ്തു. അവിടെ ഓഷ്യനോഗ്രാഫിയുടെ ഗേറ്റ് ഇതിനകത്തുണ്ട്. ആ ഗേറ്റിന്റെ കമ്പിയിലാണ് ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. CCTV, കൂടുതൽ ദൂരെയുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് ഈ ഭാഗത്തേക്ക് കടന്നു പോയിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. സാധാരണ നിലയിൽ സുരക്ഷയുള്ള ഭാഗമാണ്. അത് ഓഷ്യനോഗ്രാഫിയുടെ ഗേറ്റിലാണെങ്കിലും ഒപ്പം തന്നെ മംഗളവനത്തിന്റെ ഗേറ്റിലാണെങ്കിലും സെക്യൂരിറ്റി സംവിധാനങ്ങളുണ്ട്, സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. അത്തരമൊരു ഭാഗത്താണ് ഇത്തരത്തിൽ മൃതദേഹം തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിശദമായ ഒരു അന്വേഷണം നടത്തും. ഇക്കാര്യത്തിൽ മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്നും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി അസ്വാഭാവിക മരണത്തിനാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത് എന്നുമാണ് കൊച്ചി DCP സുദർശൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അന്വേഷണം തുടരുകയാണ്.